ഇന്ന് നടന്ന പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരം ഗോൾ ചെയ്ത സമനിലയിൽ വരികയുണ്ടായിരുന്നു. അപ്പം പോർച്ചുഗലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്ഥിരം പോലത്തെ ഒരു ലൈനപ്പ് തന്നെയാണ് റോബർട്ടോ സാഞ്ചസ് കൊളംബിയക്കെതിരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജവനസിനെ മാറ്റിയിട്ട് റൂബൻ നെവസാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറെ ചേഞ്ചുകളൊന്നും ഇല്ലാതെയാണ് പോർച്ചുഗൽ കൊളംബിയനെ അപ്രോച്ച് ചെയ്യണം. അപ്പം ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ചാൻസ് ക്രിയേഷനിൽ പോർച്ചുഗൽ ഒരു പരാജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പം വിറ്റീനിയും ബ്രൂണൊക്കെ കൂടി ആകെ 2 ചാൻസാണ് ക്രിയേറ്റ് ചെയ്തത്. അതേസമയം കൊളംബിയന്റെ ആമിസ് റോഡ്രിഗസ് തന്നെ ഒറ്റയ്ക്ക് 5 ക്രിയേഷനൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ചാൻസ് ക്രിയേഷനിൽ പോർച്ചുഗൽ അത്രയും പിന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോളുകൾ കണ്ടെത്താനും പോർച്ചുഗൽ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ക്രിസ്ത്യാനോന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആകെ 2 ഷോട്ടോ ടാർഗറ്റൊക്കെയാണ് ക്രിസ്ത്യാനോന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. ഗോളടിക്കാനൊക്കെ ബുദ്ധിമുട്ടിയ കളിയാണ് അപ്പോൾ പോർച്ചുഗലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. നല്ലൊരു സ്ക്വാഡ് ഉണ്ടായിട്ടും ഒരു ടീം കോർഡിനേഷന്റെ ഒരു കുറവും പിന്നെ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സ് ഉള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിട്ടും ചാൻസ് ക്രിയേഷൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്കാണ് കോച്ചിന്റെ ഒരു മിസ്റ്റേക്കാണോ പ്ലേയേഴ്സിന്റെ ഒരു മിസ്റ്റേക്കാണോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. ഇത്രയും ഡെപ്തുള്ളൊരു സ്ക്വാഡ് ഇങ്ങനെ അണ്ടർ പെർഫോം ചെയ്യാന്നുള്ളതും ഒരു ഫാക്റ്റാണ്. കൊളംബിയന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കൊളംബിയക്ക് ഒരു 2-3 ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്ന ഒരു കളിയാണ്. അപ്പം കൊളംബിയക്ക് ഒരു ഫിനിഷ് ചെയ്യാൻ പ്രോപ്പർ സ്ട്രൈക്കറോ ഒരു അറ്റാക്കിംഗ് ത്രെഡിൽ ഒരു ഫിനിഷ് ചെയ്യാൻ ഒരാളില്ലാത്തതുകൊണ്ട് പോർച്ചുഗൽ രക്ഷപ്പെട്ടു പോകുന്നത് പറയാം. അങ്ങനെ ഏതായാലും പോർച്ചുഗലും കൊളംബിയൊക്കെ നോക്കൗട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത കളിയിലേക്ക് എന്താവുന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്.